Hello my dear friends, welcome back to our channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ആണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നമുക്ക് വേഗം ഒന്ന് വായിച്ചു പോകാം. ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The amount of sun rays reaching at the surface in the form of short waves are called insolation. സൂര്യപ്രകാശം ഷോർട്ട് വേവ്സ് ആയിട്ട് ഭൂമിയിൽ എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസുലേഷൻ അഥവാ സൗരവികിരണം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, എർത്ത് സർഫസ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ബൈ ദ ഇൻസുലേഷൻ. ഇൻസുലേഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയുടെ പ്രതലം അല്ലെങ്കിൽ എർത്ത് സർഫസ് എന്ത് ചെയ്യുന്നത്? ചൂട് പിടിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻസുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ ഓർത്ത് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇൻസുലേഷൻ കാരണം എന്ത്? എർത്ത് സർഫസ് ഹീറ്റായി. ഇനി ആ എർത്ത് സർഫസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടത്താൻ നോക്കാം. 4 രീതിയിലാണ് അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപചാലനം. Heat is transferred to the lower part of the atmosphere which is directly in contact with the surface of the earth. അല്ലേ? അപ്പൊ ഭൂമിയുടെ പ്രതലം ചൂട് പിടിക്കുമ്പോൾ ആ പ്രതലത്തിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ ലെയർ ചൂട് പിടിക്കുന്നത് ഏത് വഴിയാണ്? കണ്ടക്ഷൻ വഴിയാണ്. കോണ്ടാക്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ഷൻ നടക്കുന്നത്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as the heated air expand and rise up, heat is transferred to the higher reaches of the atmosphere. അപ്പൊ കണ്ടക്ഷൻ വഴി നമ്മൾ ചൂട് പിടിച്ച ആ വായു എന്ത് ചെയ്യും? വീണ്ടും ചൂടാവുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് അതെന്ത് ചെയ്യും? കുറച്ചും കൂടി മുകളിലേക്ക് അറ്റ്മോസ്ഫിയറിന്റെ കുറച്ചും കൂടി ഹയർ ലെയറിലേക്ക് എന്ത് ചെയ്യും? ഹയർ ലെയറിലേക്ക് എന്ത് ചെയ്യും? ഉയർന്നു പൊങ്ങിപ്പോകും. അപ്പോൾ ആ പൊങ്ങുന്ന എയർ ആ പോകുന്ന ഭാഗങ്ങളേക്ക് എന്ത് ചെയ്യും? ചൂട് പിടിപ്പിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടിയാണെങ്കിൽ പറയാം. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ കാരണം ചൂട് പിടിച്ച എയർ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിന്റെ കുറച്ചും കൂടി ഹയർ ലെയറിലേക്ക് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, ഉയർന്നു പൊങ്ങിപ്പോകും. ആ ഭാഗവും എന്ത് ചെയ്യും? ചൂട് പിടിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംവഹനം. അഡ്വെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിവഹനം. അഭിവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിൻഡിന്റെ മൂവ്മെന്റ് കാരണം അല്ലെങ്കിൽ വിൻഡ് പോകുന്നതിനനുസരിച്ച് വിൻഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഹൊറിസോണ്ടലി ആണ് മൂവ് ചെയ്യുക അല്ലെ? ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്കാണ് വിൻഡ് മൂവ് ചെയ്യുക. ആ മൂവ്മെന്റ് കാരണം ആ പോകുന്ന വിൻഡ് കാരണം അറ്റ്മോസ്ഫിയറിന്റെ ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്യാം? ചൂട് പിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്വെക്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റേഡിയേഷൻ. ദി എമിഷൻ ഓഫ് എനർജി in the form of long waves after earth surface gets heated up. എന്താണ്? എർത്ത് സർഫസ് ചൂടായതിനു ശേഷം എനർജി എന്താണ്? ദീർഘതരംഗ രൂപത്തിൽ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ സ്പേസിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഈ റേഡിയേഷൻ ഭൂമിയുടെ കാര്യത്തിൽ നടക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കും. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ കാരണമാണ് അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്താണെന്ന് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? The re-radiation of energy in the form of long waves from the earth surface is called terrestrial radiation. ഭൂമിയിൽ നിന്ന് ഊർജം ദീർഘതരംഗ രൂപത്തിൽ എന്ത് ചെയ്യാണ്? തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. The absorption of terrestrial radiation by the gases like carbon dioxide heats up the atmosphere. നമ്മുടെ അന്തരീക്ഷത്തിൽ എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, വാട്ടർ വേപ്പർ എന്ന് പറയുന്ന കുറച്ച് ഗ്യാസസ് ഉണ്ട്. ഈ ഗ്യാസസിന് എന്തിനുള്ള കഴിവുണ്ട്? ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഈ തിരിച്ചു പോകുന്ന ഈ ലോങ് വേവ് റേഡിയേഷനെ എന്ത് ചെയ്യാൻ? അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന ഈ ഗ്യാസസിനുണ്ട്. ഈ ഗ്യാസസ് കാരണമാണ് അന്തരീക്ഷം എന്ത് ചെയ്യുന്നത്? ചൂട് പിടിക്കുന്നത്. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹീറ്റ് ബഡ്ജറ്റിനെ കുറിച്ചാണ്. എന്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് നോക്കാം. The amount of solar energy reaching Earth's surface as insolation is completely radiated back. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് എത്രമാത്രം ഊർജം വരുന്നുണ്ട് അത്രയും ഊർജം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റ്സ് എനർജി സൂര്യനിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ 100 യൂണിറ്റ്സും എവിടുന്ന്? ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. അതൊരു ഡയഗ്രാം വെച്ചിട്ട് ഒരു റെപ്രസെന്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ബോർഡിൽ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം.
സൂര്യനിൽ നിന്ന് 100 യൂണിറ്റ്സ് ആണ് എനർജി ഭൂമിയിലേക്ക് വരുന്നതെങ്കിൽ അതിൽ 35 യൂണിറ്റ്സ് എന്ത് ചെയ്യും, നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും, ആ വരുന്ന ലെവൽ തന്നെ റിഫ്ലക്ട് ചെയ്ത് സ്പേസിലേക്ക് പറഞ്ഞേക്കും. ബാക്കി വരുന്ന എനർജിയിൽ 14 യൂണിറ്റ് ക്ലൗഡും ഡസ്റ്റ് പാർട്ടിക്കിൾസും അബ്സോർബ് ചെയ്യും. ബാക്കി വരുന്ന 51 യൂണിറ്റ്സ് മാത്രമേ നമ്മുടെ എർത്ത് സർഫസ് എന്ത് ചെയ്യുന്നുള്ളൂ, അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഭൂമി ചൂടാവുന്നത് ഈ 51 യൂണിറ്റ് എനർജി ഉപയോഗിച്ച് മാത്രമാണ്. സൂര്യനിൽ നിന്ന് 100% എനർജി വരുന്നുണ്ടെങ്കിലും ആ 100% ഭൂമിയിലേക്ക് എത്തുന്നില്ല. ഓൺലി 51 യൂണിറ്റ് ആര് അബ്സോർബ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ എർത്ത് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഇത് ഏതൊരു സമയത്തായിരിക്കും നടക്കുക? ഇതെന്താണ്, ഇൻസുലേഷന്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സാണ് അല്ലെ. അപ്പൊ ഇൻസുലേഷൻ ഏത് സമയത്താണ് നടക്കുന്നത്? പകൽ സമയങ്ങളിലാണ് നടക്കുന്നത്. എന്നാൽ രാത്രി ആവുന്ന സമയത്ത് ഭൂമി എന്ത് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആവുന്ന സമയത്ത് ഭൂമി എന്ത് ചെയ്യാൻ തുടങ്ങും, തണുക്കാൻ തുടങ്ങും. അപ്പൊ തണുക്കുന്ന ഈ സമയത്ത് ഈ ചൂടായ ഭൂമി ഈ എനർജി എന്ത് ചെയ്യും, തിരിച്ചെന്ത് ചെയ്യും, സ്പേസിലേക്ക് പറഞ്ഞയക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ 51 യൂണിറ്റ് ആണ് മക്കളെ ഭൂമി എന്ത് ചെയ്തത്, അബ്സോർബ് ചെയ്തത്. ഈ 51 യൂണിറ്റില് 17 യൂണിറ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സ്പേസിലേക്ക് പോകും. എത്ര യൂണിറ്റ് സ്പേസിലേക്ക് പോകും? 17 യൂണിറ്റ്. ഈ 51 യൂണിറ്റിൽ 17 യൂണിറ്റ് എന്ത് ചെയ്തു, സ്പേസിലേക്ക് പോയി. ബാക്കി വരുന്ന 34 യൂണിറ്റ് എന്ത് ചെയ്യും, ക്ലൗഡും ഡസ്റ്റ് പാർട്ടിക്കിൾസും ആ പോകുന്ന വഴിയിൽ എന്ത് ചെയ്യും, ഇതിനെ അബ്സോർബ് ചെയ്ത് പിടിച്ചു. അപ്പൊ മൊത്തം എത്ര നമ്മുടെ ക്ലൗഡും ഡസ്റ്റ് പാർട്ടിക്കിൾസും അബ്സോർബ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നൈറ്റ് ടൈമിൽ പോയിരുന്ന ഈ 34ഉം അതേപോലെ തന്നെ ഇൻസുലേഷൻ വഴി വരുമ്പോൾ ഉണ്ടായിരുന്ന 14 യൂണിറ്റും. അപ്പൊ മൊത്തം എത്ര അല്ലെ, 48 യൂണിറ്റ്സ് അല്ലെ. 48 യൂണിറ്റ്സ് തന്നെ ക്ലൗഡും ഡസ്റ്റ് പാർട്ടിക്കിൾസും എന്ത് ചെയ്തിട്ടുണ്ട്, അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇതും എന്ത് ചെയ്യും, സ്പേസിലേക്ക് പോകും. അങ്ങനെ മൊത്തം എത്ര ശതമാനം സ്പേസിലേക്ക് പോയി? 17 യൂണിറ്റ്സ് ആദ്യം പോയി അല്ലെ. പിന്നെ എത്ര യൂണിറ്റ് ഉണ്ടാവും? 48 യൂണിറ്റ്സ് അല്ലെ. 48 യൂണിറ്റ്സ് അതും. പിന്നെ ഇവിടെ പറയുന്ന ഈ ഇൻസുലേഷൻ വഴി നേരിട്ട് എത്ര പോയിട്ടുണ്ട്? 35 യൂണിറ്റ് അല്ലെ. ഈ 35 യൂണിറ്റും പോയി. അപ്പൊ മൊത്തം എത്ര കിട്ടും നിങ്ങൾക്ക്? 100 യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ സൂര്യനിൽ നിന്ന് 100 യൂണിറ്റ് എനർജി ഭൂമിയിലേക്ക് പോന്നിട്ടുണ്ടെങ്കിലും ആ 100 യൂണിറ്റ് എനർജിയും എന്ത് ചെയ്തിട്ടുണ്ട്, എർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, റേഡിയേറ്റ് ചെയ്ത് ബാക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട് സ്പേസിലേക്ക്. എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ്, ഈ ഒരു ഹീറ്റ് ബാലൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹീറ്റ് ബജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ദിവസവും നടന്നുകൊണ്ടേ നിൽക്കുകയാണ് അല്ലെ. ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭൂമി എന്താവാത്തത്, ഒരു എക്സ്ട്രീം ഹോട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം കോൾഡോ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കാൻ കാരണം ഇങ്ങനത്തെ ഒരു ബാലൻസിങ് നടക്കുന്നതിനെ കൊണ്ടാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹീറ്റ് ബജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താ, ആ വാക്കും തന്നെ ഉണ്ട് അല്ലെ. മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ താപനില, അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ താപനിലയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാക്സിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ഒരു ദിവസം അനുഭവപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മിനിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. അന്തരീക്ഷത്തിൽ എപ്പോഴായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഉച്ചനേരത്തായിരിക്കും അല്ലെ. സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 PM ഒക്കെ ആകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, മാക്സിമം ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യുക. എന്നാൽ മിനിമം ടെമ്പറേച്ചർ എപ്പോഴായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക? ബിഫോർ സൺറൈസ് അല്ലെ. സൺറൈസിന് തൊട്ട് മുന്നേ ആയിരിക്കും മിനിമം ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ഇതൊരു 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയേണ്ടത്? തെർമോമീറ്റർ ആണ്. അത് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് എഴുതണം കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താണ് നോക്കാം. ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ഒരു ദിവസത്തെ ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 35 ഡിഗ്രി സെൽഷ്യസ് ആണ് വിളിക്കുക അല്ലേ. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ് വിളിക്കുക. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് എന്താണ് ഡെയിലി മീൻ ഓഫ് ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കാം. ഡെയിലി മീൻ ഓഫ് ടെമ്പറേച്ചർ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഡെയിലി മീൻ ഓഫ് ടെമ്പറേച്ചർ കാണേണ്ട ഇക്വേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് ജസ്റ്റ് 2 മാർക്കിനിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഐസോതേർമ്സിനെ കുറിച്ചാണ്. ഐസോതേർമ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമതാപരേഖകൾ. എന്താണ് സമതാപരേഖകൾ എന്ന് നോക്കാം നമുക്ക്. These are the imaginary lines drawn by connecting places having equal temperature. എന്താണ്? ഒരേ ടെമ്പറേച്ചറുള്ള പ്ലേസുകളെ തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോതേർമ്സ് എന്ന് വിളിക്കുക. എനിക്കിവിടെ ഒരു വേൾഡ് മാപ്പ് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ എങ്ങനെയാണ് ഈ ഐസോതേർമിന്റെ ട്രെൻഡ് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനൊരു ഐസോതേർം പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പോകുന്ന എല്ലാ സ്ഥലത്തും, ഈ ലൈൻ പോകുന്ന എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ഒരേ ഈക്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് വേൾഡ് മാപ്പിൽ ഡ്രോ ചെയ്തതെന്ന് നോക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടായിരിക്കും, നിങ്ങളൊന്ന് ജസ്റ്റ് ടെക്സ്റ്റിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാം? ഇതാണ് ലാൻഡ് അല്ലേ? ഇതൊക്കെ ഓരോ കോണ്ടിനെന്റുകളാണ്. ഞാനിങ്ങനെ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ എന്താണ്? കോണ്ടിനെന്റ് ആണ്. ഇതിന്റെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഓഷ്യൻസ് ഉണ്ട് അല്ലേ? ഈ ഓഷ്യൻസ് ഉണ്ട്. അപ്പം ഐസോതേർമ്സിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണും, ഈ ലാൻഡിൽ നിന്ന് ഓഷ്യൻസിലേക്ക് പോകുന്ന സമയത്ത് അതിനെന്തുണ്ടായിരിക്കും? ഒരു നോർത്തേൺ ആയിട്ടുള്ള ഒരു ബെൻഡ് ഉണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്തോറും എന്താണ്? ഈ ഐസോതേർമ്സ് ഏകദേശം എന്തായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ രണ്ടിന്റെയും കാരണം എന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ബെൻഡ് ഉണ്ടാവുന്നത്? ഈ കോണ്ടിനെന്റിൽ നിന്ന് ഓഷ്യൻസിലേക്ക് മാറുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? ഒരു ലാൻഡും വാട്ടറും അല്ലെങ്കിൽ ലാൻഡും ഓഷ്യനും വ്യത്യസ്തമായിട്ടാണ് ചൂട് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐസോതേർമ്സ് എന്തായിരിക്കും? അവിടെ ഒരു ബെൻഡ് കാണിക്കും. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ എന്തുകൊണ്ടാണ് ഈ ലൈൻസ് ഇങ്ങനെ പാരലൽ ആയിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓഷ്യൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഓഷ്യൻസിൽ നിന്ന് ഓഷ്യൻസിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ലാൻഡിന്റെ അധികം ലാൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും കാണുന്നത്. അപ്പൊ ലാൻഡും ഓഷ്യനും ഡിഫറെന്റ് ആയിട്ട് ഹീറ്റ് ആവുന്നത് കൊണ്ടാണ് ഐസോതേർമിന് എന്തുണ്ടാവുന്നത്? ഒരു ബെൻഡ് ഉണ്ടാവുന്നത്. സദേൺ ഹെമിസ്ഫിയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി എന്താണ്? ഓഷ്യൻ ആണ്. അതുകൊണ്ടാണ് ഐസോതേർം എന്താണ്? ഏകദേശം പാരലൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. എന്താണ്? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 5 എണ്ണമാണ് എന്ത്? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുള്ളത്. ഇത് എക്സാമിന് ചോദിക്കും മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, എന്തായാലും പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അക്ഷാംശീയ സ്ഥാനം. രണ്ട് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഉയരം അല്ലെ? ഇവിടെ ഉയരം എന്ന് ഉദ്ദേശിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്? ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ദ സീ. സമുദ്രത്തിൽ നിന്നുള്ള അകലം. 5ാമത്തേത് ഓഷ്യൻ കറന്റ് അഥവാ സമുദ്രജല പ്രവാഹങ്ങൾ. 6ാമത്തേത് റിലീഫ് അഥവാ ഭൂപ്രകൃതി. ഈ 6 എണ്ണമാണ് എന്ത്? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത് ഓരോന്നും അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? വ്യക്തമായിട്ട് വിശദീകരിച്ച് തരും. അപ്പൊ ഇന്ന് എടുത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? നന്നായിട്ട് എന്ത് ചെയ്യാം? ടെസ്റ്റ് വെച്ച് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടെസ്റ്റിലൂടെ ഒന്ന് പോയാൽ മതി. പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സിന് മലയാളത്തിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ വേഗം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്? 0 ഡിഗ്രി. 0 ഡിഗ്രി അക്ഷാംശീയ രേഖയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത്. 23.5 ഡിഗ്രി നോർത്ത് 23.5 ഡിഗ്രി
നോർത്ത് അക്ഷാംശീയ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഉത്തരായന രേഖ. ആർട്ടിക് സർക്കിളിനെ വിളിക്കുന്ന പേര് ആർട്ടിക് വൃത്തം. ഇതെന്താണ്? ഉത്തര ധ്രുവം. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനെ വിളിക്കുന്ന പേര് ദക്ഷിണായന രേഖ. ഇത് അന്റാർട്ടിക് വൃത്തം. ഇതെന്താണ്? ദക്ഷിണ ധ്രുവം. നിങ്ങളുടെ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സ്റ്റ് നിങ്ങളൊന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ടെക്സ്റ്റിൽ ഇതിന്റെ ബാക്കിയായിട്ട് ഒരു പറയുന്നുണ്ട് ടെമ്പറേച്ചർ സോണുകളെ കുറിച്ച്. എന്താണ്? സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് ഭൂമിയെ നമ്മൾ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 ടെമ്പറേച്ചർ സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. താപീയ മേഖലകൾ എന്ന് പറയും. ഏതൊക്കെയാണ് താപീയ മേഖലകൾ? ഇവിടെ ഒന്ന് വരയ്ക്കട്ടോ. ഇതാണ് എന്ത്? 23.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള താപീയ മേഖല അല്ലെങ്കിൽ ടെമ്പറേച്ചർ സോണിനെ വിളിക്കുന്ന പേരാണെന്ത്? ടോറിഡ് സോൺ. ടോറിഡ് സോൺ. 66.5 ഡിഗ്രി നോർത്തിനും 66.5 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ടെമ്പറേച്ചർ സോണിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോൺ. ഇതാണ് ടൊറൈഡ് സോൺ കേട്ടോ. ഇതാണ് ടൊറൈഡ് സോൺ. ഇതാണ് ടെമ്പറേച്ചർ സോൺ. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ മുകളിലുള്ള 90 ഡിഗ്രി നോർത്തിനും 90 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ടെമ്പറേച്ചർ സോണിനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്? ഫ്രിഡ്ജിഡ് സോൺ. ഫ്രിഡ്ജിഡ് സോൺ. നല്ല ഫ്രീസർ പോലെ ആയിരിക്കും അല്ലെ? നല്ല തണുപ്പല്ലേ ഈ പോളാർ റീജിയനിൽ. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രിഡ്ജിഡ് സോൺ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റിൽ ലാറ്റിറ്റ്യൂഡിൽ പറയുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ഫാക്ടറാണ് നമ്മൾ പറയാൻ പോകുന്നത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അല്ലെ? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എങ്ങനെയാണ് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. താപവിതരണത്തെ എങ്ങനെയാണ് ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. എങ്ങനെയാണ്? നിങ്ങൾ ഊട്ടി കൊടൈക്കനാൽ എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് എന്താണ്? സീ ലെവലിൽ നിന്ന് ഉയരത്തിലുള്ള പ്രദേശമാണ്. അപ്പൊ ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്തോറും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്താണ്? തണുപ്പാണ് അനുഭവപ്പെടുന്നത് അല്ലെ? നിങ്ങൾ ചുരമൊക്കെ കയറി പോകുന്ന സമയത്ത് അവിടെ എന്താണ്? നിങ്ങൾക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നത് അല്ലെ? അതെന്തുകൊണ്ടാണ്? ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് എന്താണ് മാറുന്നത്? ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഫാൾ ചെയ്യും അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ഫാൾ ചെയ്യും? ടെമ്പറേച്ചറിന്റെയും താഴ്ന്നു പോകും. അതാണ് ഓൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈറ്റിലേക്ക് പോകും തോറും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോർമൽ ലാപ്സ് റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്? ഓരോ കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകും തോറും 6.4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ താഴ്ന്നു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുക. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രമപരമായ താപനഷ്ട നിരക്ക്. ഇനി നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ഫാക്ടർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ ആണ്. എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ? കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. കരയും കടലും എന്താണ്? വ്യത്യസ്തമായിട്ടാണ് ചൂട് പിടിക്കുന്നത് അല്ലേ? കര എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂട് പിടിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കും. എന്നാൽ കടൽ അങ്ങനെയല്ല. കടൽ സാവധാനമാണ് ചൂട് പിടിക്കുന്നത്, അതുപോലെ തന്നെ സാവധാനമാണ് തണുക്കുന്നത്. അപ്പം ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ഈ നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ ആണ്. ഡിസ്റ്റൻസ് ഫ്രം സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഇന്ത്യയിൽ നമ്മൾ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രദേശം നമുക്കറിയാം. ഇന്ത്യയിലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഓഷ്യൻസ് ആണ്. ഇവിടെയൊക്കെ എന്താണ്? ഓഷ്യൻസ് ആണെന്ന് പറയാം. അപ്പൊ ഈ ഒരു പ്രദേശം, ഒരു എ എന്ന് പറയുന്ന പ്രദേശം ഇവിടെ ഉണ്ട് വിചാരിച്ചോ. ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ബി എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ട്. ഈ രണ്ട് പ്രദേശം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 7 പ്രദേശത്തായിരിക്കും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടാവുന്നത്.
ഒരു ജീവിക്കാൻ വലിയ പ്രശ്നമില്ലാത്ത, അധികം ചൂടും അധികം തണുപ്പും ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? എ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? കടലിന്റെ സാന്നിധ്യം കൊണ്ടാണ്, കടലിന്റെ സാമീപ്യം കൊണ്ടാണ് എ എന്ന് പറയുന്ന സ്ഥലം എന്താണ്, ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഈ സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാരണം. കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നുണ്ട്, കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ എന്തായിരിക്കും ക്ലൈമറ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. എന്നാൽ ഈ കടലിൽ നിന്ന് വളരെ ദൂരെ കിടക്കുന്ന ഒരു സ്ഥലത്തുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ അനുഭവപ്പെടുക എക്സ്ട്രീം ക്ലൈമറ്റ് ആണ് അവിടെ അനുഭവപ്പെടുക. ചൂടാണെങ്കിൽ നല്ല ചൂടായിരിക്കും, തണുപ്പാണെങ്കിൽ എക്സ്ട്രീം തണുപ്പായിരിക്കും. എന്നാൽ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ അനുഭവപ്പെടുന്നത് ഒരു മിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 2 ഫാക്ടേഴ്സ് ഇപ്പോൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഇപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ എത്ര ഫാക്ടേഴ്സ് പഠിച്ചു? ആദ്യം പഠിച്ചു ലാറ്റിറ്റ്യൂഡ്, അല്ലേ? ലാറ്റിറ്റ്യൂഡ് കഴിഞ്ഞതിന് ശേഷം ഓൾട്ടിറ്റ്യൂഡ് പഠിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. നാലാമതായിട്ട് പഠിച്ചത് ഡിസ്റ്റൻസ് ഫ്രം സീ, അല്ലേ? സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഇത്രയും ഓക്കെ അല്ലേ? 5ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഓഷ്യൻ കറന്റ്സ് ആണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങൾ. ഓഷ്യൻ കറന്റ് 2 തരത്തിലുണ്ട്. വാം ഓഷ്യൻ കറന്റും കോൾഡ് ഓഷ്യൻ കറന്റും. ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും. അതിന് 2 ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. വാം ഓഷ്യൻ കറന്റിന്റെ ഉദാഹരണമാണ് നോർത്ത് അറ്റ്ലാന്റിക് കറന്റ്. കോൾഡ് ഓഷ്യൻ കറന്റിന്റെ ഉദാഹരണമാണ് ലാബ്രഡോർ കറന്റ്. വാം ഓഷ്യൻ കറന്റിന് അത് പോകുന്ന റീജിയൻസിനെ വാം ആക്കാൻ പറ്റും. കോൾഡ് ഓഷ്യൻ കറന്റിന് അത് പോകുന്ന റീജിയൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? തണുപ്പിക്കാനും പറ്റും. ഈ നോർത്തേൺ അറ്റ്ലാന്റിക് കറന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്പ് ഭാഗങ്ങളെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്ന കറന്റാണ്. എന്നാൽ കോൾഡ് ഓഷ്യൻ കറന്റ് ആയിട്ടുള്ള ലാബ്രഡോർ കറന്റാണ് കാനഡയുടെ ആ ഈസ്റ്റേൺ ഭാഗങ്ങളെയൊക്കെ നല്ല തണുപ്പിൽ അമരാൻ സഹായിക്കുന്ന കറന്റ് എന്ന് പറയുന്നത് ലാബ്രഡോർ കറന്റാണ്. ഇനി ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലാസ്റ്റ് ഫാക്ടർ ആയിട്ടുള്ള റിലീഫിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതി. അപ്പോൾ ഈ ബോർഡറിൽ ഞാൻ വരച്ചിട്ടുള്ളത് ഒരു മലയാണ് വരച്ചിട്ടുള്ളത്. ഈ മല 2 പ്രദേശമുണ്ട്. എ എന്ന് പറയുന്ന ഒരു പ്രദേശം, ബി എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ കാണുന്നില്ലേ? സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ ഇത് ഈ ബി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നേരിട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ ഈ മലയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ എ എന്നൊരു ഭാഗത്ത് ടെമ്പറേച്ചർ എന്താവില്ല, ഇവിടെ കിട്ടുന്ന അതേ ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ കിട്ടുക അല്ല. ഇവിടെ സ്ലാൻഡിങ് ആയിട്ട് ചെരിഞ്ഞിട്ടായിരിക്കും ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നത്? സൂര്യപ്രകാശം എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഒരു ഭൂപ്രകൃതിക്കും ടെമ്പറേച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പം ഇത്രയും പറഞ്ഞത് കൊണ്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.